വൻ മരം കൊള്ള. ശാന്തൻപാറയ്ക്ക് സമീപം ഗൂഡൻപാറ എസ്റ്റേറ്റിലെ 296 ഏക്കർ ഏലപ്പട്ടയ ഭൂമിയിലാണ് അനധികൃത മരം മുറി. 2 വർഷങ്ങളായി മുറിച്ചത് 200 മരങ്ങളെന്ന് വനം വകുപ്പ് കണ്ടെത്തി. ജെയിനസ് രാജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയിൻ, ആരാണ് ഇതിന് പിന്നിൽ? ആര്യ, ഇത് പാലാ സ്വദേശികളുടെ ഉടമസ്ഥയിലുള്ള ഒരു എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റ് ഇപ്പോൾ പാട്ടത്തിനെടുത്തിരിക്കുന്നത് തമിഴ്നാട് സ്വദേശികളാണ്. ഒരു സതീഷ് കുമാർ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് ഈ മരമുറി നടന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 39 മരങ്ങൾ മുറിച്ചു മാറ്റുകയും അതോടൊപ്പം തന്നെ 75 മരങ്ങളുടെ വേര് വെട്ടി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വനം വകുപ്പ് പറയുന്നത് ഇത് കരിങ്കാടായി കിടന്ന പ്രദേശമാണ്. അതായത് റവന്യൂ വകുപ്പിൻ്റെ ഉടമസ്ഥതയിൽ വനമായി കിടന്നിരുന്ന പ്രദേശമാണ്. ഇതിൻ്റെ ഈ മരങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ വനം വകുപ്പിനുള്ളത്. ഇതിന് പുറമെ, ഈ മരം മുറിക്ക് പുറമെ അവിടെ വ്യാപകമായി തന്നെ മണ്ണ് ഇടിച്ച് നിരത്തി കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. 4 കുളങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഒരു കുളത്തിൻ്റെ വലുപ്പം ഏകദേശം 40 സെൻറ്റോളം വരും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർക്കെതിരെയാണ് വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. ഇവരിപ്പോൾ ഈ പാട്ടത്തിനെടുത്തതിന് ശേഷം അവിടെ നടക്കുന്ന 3ാമത്തെ മരം മുറി കേസാണിത്. ഇതിനു മുമ്പ് 2 തവണ വനം വകുപ്പ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. അതിനുശേഷവും ഇത്തരത്തിൽ നിയമലംഘനം തുടരുകയാണ്. ഇതിൽ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ കാര്യം വനം വകുപ്പ് റവന്യൂ വകുപ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ നിയമ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതുകൂടാതെ ഈ ലീസ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളുമുണ്ട്. ഏതാണ്ട് 1.25 കോടി രൂപയ്ക്കാണ് ഈ ലീസ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ പാട്ടക്കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പക്ഷേ നിയമപരമായി രജിസ്റ്റർ ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട നികുതി അടയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കടുത്ത നിയമലംഘനങ്ങൾ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടി നടക്കുന്നുണ്ട്. ആര്യ, ശരി.